ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ഷെഫ് റോക്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന നല്ല അടിപൊളി ഒരു ദം ബിരിയാണിയാണ്. നമ്മൾ ദം ബിരിയാണിയുടെ നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു തൈര് സാലഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ എല്ലാം നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. നമ്മളൊരു 3 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ റോസ്റ്റിനുള്ള. അതിന് നമുക്ക് വഴറ്റാനുള്ള ഒരു 4 സവാള, ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളക്, പിന്നെ ഒരു 10-20 ഉള്ളി നന്നാക്കിയത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കറി മസാല നമ്മൾ കൂട്ട് പൊടിച്ചാണത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇനി നമ്മൾ തൈര് സലാഡിനൊന്ന് പരിചയപ്പെടുത്താം. ആവശ്യത്തിന് തൈര്, കുറച്ച് മല്ലിയില, ഒരു കഷ്ണം വേപ്പില, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു പകുതി കുക്കുംബർ, ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു തക്കാളി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാം. നമുക്ക് ആവശ്യമായ ബിരിയാണിയുടെ ആവശ്യമായ സാധനങ്ങളാണ്. ഞാനൊരു 4 കപ്പ് അരി അളന്ന് വെച്ചിട്ടുണ്ട്. അതിനൊരു 100 ഗ്രാം കാഷ്നട്ട്, പിന്നെ ഒരു 50 ഗ്രാം കിസ്മിസ്, നമുക്ക് വറവിനായിട്ടുള്ളൊരു 3 സവാള, അത് വളരെ നൈസായിട്ട് അരിയണം. പിന്നെ ഇതും നമുക്ക് നെയ്യിൽ വറുത്ത് കോരണം. ഞാൻ നെയ്യ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഡാൽഡയിൽ വറുത്ത് കോരാം, പക്ഷേ നെയ്യിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് ടേസ്റ്റി ആയിരിക്കും, കുറച്ച് ഹെൽത്തിയാണ്. ഡാൽഡ അത്ര ശരീരത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യിൽ വറുത്ത് വരാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അരി തിളപ്പിക്കുമ്പോൾ നമുക്ക് ഇടേണ്ട സാധനങ്ങളാണ് തക്കോലം, ജാതിപത്രി, കറുകപ്പട്ട, കുറച്ച് കുരുമുളക്, ഒരു അല്പം ജീരകം, ഒരു 5-8 ഏലക്ക, പിന്നെ ഒരു 5-6 കരയാമ്പൂ. പിന്നെ ഇത് നമ്മൾ വളരെ ചെറുതായിട്ട് അരിയണം. മല്ലിയിലയും പുതിനയിലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ദം ചെയ്യുമിടാനുള്ളതാണ്. പിന്നെ വനില എസൻസ്, പിന്നെ പൈനാപ്പിൾ എസൻസ്, ഒരു ദം ചെയ്യുമ്പോൾ നൈസായിട്ട് അരിഞ്ഞ് ചേർക്കാനുള്ള 2 ക്യാരറ്റ്, 2 തക്കാളി, ഒരു പൈനാപ്പിൾ, പിന്നെ റോസ് വാട്ടർ അല്പം. ഇതെല്ലാം കൂടി നമുക്ക് അരിഞ്ഞ് ഞാൻ വെക്കാം. നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ വെട്ടി അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി, ഒരു അത്യാവശ്യം ഒരു വലിയ പീസായാലും കുഴപ്പമില്ല, നമുക്കത് കാരണം വറുത്ത് കോരി നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കനല ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചിക്കൻ വറുത്ത് കോരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ആദ്യം തന്നെ എല്ലാം അരിഞ്ഞ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ ആ ചിക്കൻ ഒന്ന് നമുക്ക് നുറുക്കിയെടുക്കാം. അത് നമ്മൾ കുറച്ച് വലിയ പീസായിട്ടാണ് നുറുക്കുന്നത്, കാരണം വറുത്ത് കഴിയുമ്പോൾ അത് ചെറുതായിക്കോളും തന്നെ. ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ റോസ്റ്റിനുള്ള പണിയാണ് ഇത് ഈ പൈനാപ്പിൾ എത്തി കഴിഞ്ഞിട്ട് ചെയ്യാൻ പോണേ. കാരണം നമുക്ക് റൈസ് പിന്നെ ഉണ്ടാക്കിയാൽ മതി, കാരണം അല്ലെങ്കിൽ അത് തണുത്ത് പോവും. ചിക്കൻ റോസ്റ്റ് ആദ്യം ഉണ്ടാക്കി വയ്ക്കാം, പിന്നെ സലാഡ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് അടുപ്പത്തിട്ടാൽ മതി. നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അല്പം ഉപ്പും, ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് കൂട്ടി തിരുമ്മി അത് വറുത്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്,
നമുക്കിട്ടൊന്ന് മുളക് പൊടി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ചിക്കൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഈ തൈര് സലാഡൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനത് എല്ലാം അരിഞ്ഞ് അതിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സവാള, നമ്മളെടുത്ത് വെച്ചിരുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് വെള്ളത്തിൽ കഴുകി വാരിയെടുത്താണ്. അപ്പോൾ അത് ആഡ് ചെയ്യാം. പിന്നെ ക്യാരറ്റും വളരെ കീന്തി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ്. അത് കുക്കുംബറും വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഹാഫ് കുക്കുംബർ. പിന്നെ ഒരു ചില്ലി കീറിയിട്ട് ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞതാണ്. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത്, ആ ഒരു തണ്ട് വേപ്പില ഒന്ന് പതിയെ ഒന്ന് അരിഞ്ഞിടാം. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ അല്പം മല്ലിയില ചേർക്കാം, നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് മല്ലിയില ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. തൈര്, നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട തൈരായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തന്നെ ഇരുന്നത് അല്പം മെൽറ്റായിട്ട് ആയിക്കോളും. ഇനി നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാണ്. അതിന് നമുക്ക് ആദ്യം നമ്മൾ ആ ചിക്കൻ വറുത്ത് വെച്ച ഓയിൽ ഒഴിച്ച് തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ സെയിം ഓയിലായതുകൊണ്ട് സവാളയിലേക്ക് അതിൻ്റെ ഫ്ലേവർ നല്ലോണം കയറും. അപ്പോൾ നമുക്കൊരു 2 സ്കൂപ്പ് ഓയിൽ ഒഴിക്കാം. നമുക്ക് ആ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. അല്പം കൂടി ഒഴിക്കാം, ഒരു സ്കൂപ്പ് കൂടി ഒഴിക്കാം. ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഈ പച്ചമുളക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ സവാള ഫുള്ള് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഞാനിവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ച സവാള എല്ലാം നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി നമ്മൾ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അല്പം ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എല്ലാം ഇപ്പോൾ സവാളയും പച്ചമുളകും മാത്രമേ നമ്മൾ ഇടത്തുള്ളൂ. സവാള നല്ലോണം വഴണം, എന്നാൽ മാത്രമേ അതിന് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയിലേക്ക് ആ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ചെന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിപ്പോൾ വെളിച്ചെണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്ന് അല്പം ഒഴിച്ച് കൊടുക്കണതിന് കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റണം. ഈ സവാള ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും, അവസാനം നമുക്കൊന്ന് തക്കാളി ഇട്ട് കൊടുക്കാം.
സവാള നന്നായിട്ട് കറക്കാൻ രീതിയിൽ നമ്മൾ വഴറ്റണം. എന്നാലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ മസാലക്കൂട്ട്, നമ്മൾ എടുത്തു വെച്ച മസാലക്കൂട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ജീരകം എല്ലാം നമ്മൾ നേരത്തെ കാണിച്ചതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ. നമ്മുടെ അല്പം ഉപ്പ് മുൻപേ നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ റൈസിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. ഉപ്പില്ലെങ്കിൽ ബിരിയാണി ഒട്ടും നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. നമുക്കൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം. ഞാൻ കഴുകി വാരി വെച്ച ബാസ്മതി റൈസ് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കത് മുഴുവൻ വേവിക്കരുത്, 95% അതിന് വേവ് പാടുള്ളൂ. അരി വെന്ത് ചോറ് കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങും നമ്മൾ മാറിപ്പോകരുത്. അരി കൂടുതൽ വെന്ത ബിരിയാണി കുഴഞ്ഞു പോകും. നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തക്കാളി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടിയിട്ട് നമുക്ക് നമ്മുടെ മസാലപ്പൊടി ഇടാം. ഇപ്പോൾ നമ്മൾ ചേർത്ത തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല, ഒരു 2.5 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് നമുക്ക് മുളക് പൊടി ഇട്ടാൽ മതി. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ നമ്മളിട്ട പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് കുറുകട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഗ്രേവിക്കൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി നമുക്ക് ചൂടുവെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല കുഴമ്പൻ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കനാണ്. നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തത് നമുക്കിനി ഒരു അല്പം നറുനെയ്യ് അതിൻ്റെ മേളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കാഷ്യൂയൊക്കെ വറുത്ത നറുനെയ്യുടെ ബാക്കിയാണ്, അതല്പം നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചാണ് കാഷ്യൂനട്ടും കിസ്മിസും സവാളയും കൂടി കൂടിയിട്ട് ഒരു ഗാർണിഷ് പോലെ നമുക്കൊന്ന് ഇതിൻ്റെ മേളിലൊന്ന് വിതറി കൊടുക്കാം. നമുക്കത് ദം ചെയ്യാനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷേ നമുക്കത് കുറച്ച് ഇതിൻ്റെ മേളിലൊന്ന് വിതറാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു അല്പം മല്ലിയില കൂടി നമുക്ക് ഇതിൻ്റെ മേളിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് അടുത്ത റൈസ് ദം ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. ഇനി നമ്മൾ ദം ചെയ്യാമാണ്. നമ്മൾ റൈസ് ഊറ്റി നല്ല കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം നെയ്യ് പാത്രത്തിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ല കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ച പാത്രമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 1/4 ഭാഗം ചോറ് ഇതിനകത്തേക്ക് മാറ്റാം. ഒന്ന് തട്ടി നേരെയാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ദം ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം. പുതിനയില,
അപ്പോൾ മല്ലിയില, പൈനാപ്പിൾ അരിഞ്ഞു വെച്ചത്, സവാളയും കാഷ്നട്ടും മുന്തിരി കൂടി നെയ്യിൽ വറുത്ത് കോരിയത്, ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഞാൻ എസൻസുകൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. വനിലയും പൈനാപ്പിളും പിന്നെ റോസ് വാട്ടറും കൂടി. അത് നമുക്കൊരു കൂടുതൽ ഒഴിക്കരുത്, ഭയങ്കര കുത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 2-3 തുള്ളി വീഴാൻ കരുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരല്പം നെയ്യ് ഒഴിക്കുക അതിൻ്റെ മുകളിൽ. വീണ്ടും നമ്മൾ റൈസ് ഇടുന്നു. ഒരു 3 ലെയറായിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത് റൈസ്. ഞാനിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി ചെയ്യാണ്. നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു, തക്കാളി, നെയ്യിൽ വറുത്ത മിക്സ്, പൈനാപ്പിൾ. നമ്മളിപ്പോൾ 3 ലെയറായിട്ട് അതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് അതിൻ്റെ ചൂട് പോകാതെ നമുക്ക് ആ ഒരു 5% വേവാനുള്ള അരി നമ്മൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇനി വേവിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചൂടൊന്നുമില്ല. നമുക്ക് കനലുണ്ടെങ്കിൽ അടിയിൽ നമുക്ക് നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് കനലിട്ടൊന്ന് അടിയിൽ കൊടുക്കാം, ആ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മൈദ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമുക്കൊരു ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് ചൂടൊന്നും എങ്ങും പോവാതെ നമുക്കത് പതിയെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മൈദപ്പൊടി കൊണ്ട് നന്നായിട്ട് അതിൻ്റെ ചൂട് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കാം വെക്കാതെ. അത് കഴിഞ്ഞ് നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇട്ടേക്കുന്നതൊക്കെ ഒന്നൊന്ന് വാടി കിട്ടും, അല്ലെങ്കിൽ ഒരു പച്ച ചുവ നമുക്ക് ഫീൽ ചെയ്യും നമ്മളിപ്പോൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറിനുള്ള ചൂട് കൊണ്ട് അത് ആയി കിട്ടും. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ കൂടുതൽ അത് വെച്ചു. ഇനി നമുക്കത് കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ സൈഡ് വേസിൽ ഇങ്ങനെ കട്ട് ചെയ്യണം, എല്ലാം മിക്സ് ആവാത്ത രീതിയിൽ. മേളിൽ നിന്ന് കോരി എടുക്കരുത്, നമ്മൾ അടിയിലേക്ക് അത് മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി എടുത്ത് വെച്ചു, നമ്മൾ റോസ്റ്റ് ചെയ്ത ചിക്കൻ, പിന്നെ സാലഡ്, നമ്മൾ കുറച്ച് അച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ഫുൾ കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു നോക്കാം. ഇനി നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.